കുറയ്ക്കാൻ കഴിവുള്ള 6 തരത്തിലുള്ള ഫുഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഒന്നാമത്തത് ഫിഷാണ്. ഫിഷിൽ omega-3 ഫാറ്റി ആസിഡ് റിച്ച് ആയതുകൊണ്ട് തന്നെ ഇത് ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. അപ്പൊ നമ്മുടെ ഇൻഫ്ലമേഷൻസ് എല്ലാം നല്ല രീതിയിൽ ഫിഷ് കഴിക്കുമ്പോൾ കുറയുകയും വേദന കുറയുകയും ചെയ്യും. രണ്ടാമതായിട്ട് വരുന്നത് ഇലക്കറികളാണ്. നമ്മുടെ ചീര, മുരിങ്ങ തുടങ്ങിയ ഇലക്കറികൾ. ഈ ഇലക്കറികൾ ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ്. അതുകൊണ്ട് തന്നെ അതിന് വേദനയെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ കഴിയും. മൂന്നാമതായിട്ട് വരുന്നത് നമ്മുടെ ബ്രൊക്കോളി, കോളിഫ്ലവർ, അതുപോലെ കേബേജ് തുടങ്ങിയവയാണ്. ഈ ബ്രൊക്കോളിയിലും കോളിഫ്ലവറിലും കേബേജിലും ഒക്കെ സൾഫറിന്റെ കണ്ടന്റ് നന്നായിട്ടുണ്ട്. സൾഫറാഫെയിൻ എന്നാണ് ആ ഒരു കണ്ടന്റിന്റെ പേര്. ഈ ഒരു സൾഫറാഫെയിൻ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ല ഉപകാരപ്പെടുന്ന ഒരു കണ്ടന്റ് ആണ്. നാലാമതായിട്ട് വരുന്നത് നട്ട്സ് ആണ്. നട്ട്സ് എന്ന് പറയുമ്പോൾ അതിൽ ആൽമണ്ട്, ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, വാൾനട്ട് തുടങ്ങിയവ. ഇതിലെല്ലാം omega-3 ഫാറ്റി ആസിഡും ഉണ്ട്, ആന്റി ഓക്സിഡന്റ് റിച്ചും ആണ്, അതുപോലെ മഗ്നീഷ്യവും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളുടെ മസിൽസിനെയൊക്കെ റിലാക്സ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ നട്ട്സ് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. അഞ്ചാമതായിട്ട് വരുന്നത് ബെറീസ് ആണ്. ബെറീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നെല്ലിക്ക, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, സ്ട്രോബെറി തുടങ്ങിയ എല്ലാ ബെറികളിലും ഈ ബെറികളിലെല്ലാം ആൻഡോസിയാനിൻ എന്നൊരു കണ്ടന്റ് ഉണ്ട്. ഇത് നമ്മുടെ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ആറാമതായിട്ട് വരുന്നത് നമ്മുടെ എള്ളാണ്. നമുക്കറിയാം, നമ്മുടെ എള്ള് കഴിക്കുന്നത് വഴി നമ്മുടെ എല്ലുകളെല്ലാം നല്ല രീതിയിൽ ബലപ്പെടുകയും അത് നമ്മുടെ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ സഹായിക്കുകയും ചെയ്യും. ഈ 6 ഫുഡ് മാത്രമല്ല, ഒരുപാട് ഫുഡുണ്ട് വേദനകളെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നത്. ഇത് ചെറിയൊരു ഷോർട്സ് ആയതുകൊണ്ട് നമുക്ക് എല്ലാം പറയാൻ പറ്റില്ല. ബാക്കിയുള്ള ഫുഡുകളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ യെസ് എന്നൊരു കമന്റ് ചെയ്യോ. നാളെ ഞാൻ ബാക്കിയുള്ള ഫുഡുകളും കൂടി പറഞ്ഞുതരാം. അപ്പോൾ നാളെ ബാക്കിയുള്ള ഫുഡുകളുമായിട്ട് നാളെ കാണാം. താങ്ക്